തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നുമൊക്കെ കുടിക്കുന്ന ആ പെർഫെക്റ്റ് മസാല ചായ വീട്ടിലുണ്ടാക്കുമ്പോൾ മസാല കൂടിപ്പോകാറുണ്ടോ, അല്ലെങ്കിൽ ചായയ്ക്ക് കൈപ്പരസം വരികയോ ചെയ്യാറുണ്ടോ? എന്നാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കൃത്യമായ അളവിൽ വീട്ടിൽ ഉള്ള മസാലകൾ മാത്രം ഉപയോഗിച്ച് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു മസാല ചായ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. 2 ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക. ഇവിടെ ഞാൻ ഒരു 3 പേർക്കാണ് തയ്യാറാക്കുന്നത്. അത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ അതിന് വേണ്ടുന്ന മസാലകൾ ഇടാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ ഏലക്ക, ഗ്രാമ്പ്, ഇഞ്ചി, പട്ട ഇതെല്ലാം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ആദ്യം ഇഞ്ചി എടുത്ത് നന്നായിട്ട് ചതച്ച് വയ്ക്കുക. 3 ഏലക്ക, 1 ഗ്രാമ്പ്, 1 കഷ്ണം പട്ട, ഇതാണ് ഇതിന് വേണ്ടുന്നത്. ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 3 ഏലക്ക ഒന്ന് പൊളിച്ച് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇടുക. അതിന് ശേഷം ഒരു കഷ്ണം പട്ട ഇതിലേക്ക് ഇടുക. അതിനുശേഷം 1 ഗ്രാമ്പ് ഇതിലേക്ക് ഇടുക. എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കുക. മസാലയിലെ കറുവപ്പട്ടയും ഗ്രാമ്പും ചായയ്ക്ക് നല്ലൊരു ഫ്ലേവർ നൽകുന്നു. ഏലക്ക നല്ലൊരു മണം നൽകുന്നു. പിന്നെ ഇഞ്ചി നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം നൽകുന്നു. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് തേയില പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. തേയിലയുടെ എല്ലാം അതിൻ്റെ സത്തൊക്കെ ഊറി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഇവിടെ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ പാലും ഒഴിച്ച് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കുക. ഈ മസാലയുടെയും തേയിലപ്പൊടിയുടെയും പാലും ഒക്കെ കൂടി കിടന്ന് നന്നായിട്ട് തിളച്ച് നല്ല ഇതായിട്ട് വരണം ചായ. കുറച്ച് നേരം തിളപ്പിക്കണം, എന്നാൽ മാത്രമേ അതിലുള്ള ഇതെല്ലാം ഊറി ഈ ചായയിലേക്ക് വരുള്ളൂ. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഒരു 1.25 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് അതും കൂടി നന്നായിട്ട് തിളപ്പിക്കുക. ആദ്യത്തെ സിപ്പിൽ തന്നെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ക്ഷീണമൊന്ന് മാറി മനസ്സിന് ഉന്മേഷം നൽകുന്ന തരത്തിലായിരിക്കും ഈ ചായ കുടിച്ചാൽ. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് മാത്രമേ ചായക്ക് ഗുണം കിട്ടുള്ളൂ. അതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മണവും ഗുണവും എല്ലാം ഈ ചായക്കുണ്ട്. ഈ മസാല ചായ, നമ്മുടെ മസാല ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റായി ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.